ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. عن أنس رضي الله تعالى عنه قال قدم رسول الله صلى الله عليه وسلم المدينة ولهم يومان يلعبون فيهما فقال ما هذان اليومان قالوا كنا نلعب فيهما في الجاهلية فقال رسول الله صلى الله عليه وسلم إن الله قد أبدلكم بهما خيرا منهما يوم الأضحى ويوم الفطر. റവാഹു അബൂ ദാവൂദ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. പെരുന്നാൾ ദിവസവുമായി ബന്ധപ്പെട്ട് ഒരു സത്യവിശ്വാസിയായ വ്യക്തി പാലിക്കേണ്ടതായ മര്യാദകളും സുന്നത്തുകളും എന്തെല്ലാമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇമാം അബൂ ദാവൂദ് തൻ്റെ സുനനിൽ 1134 നമ്പറായി നൽകുന്ന വചനത്തിൻ്റെ താൽപ്പര്യം അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നു. ആ സന്ദർഭത്തിൽ ആ നാട്ടുകാർക്ക് 2 ആഘോഷ ദിവസങ്ങളുണ്ടായിരുന്നു. അവർ അതിൽ വിനോദങ്ങളിലും കളികളിലും ഏർപ്പെടുമായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, എന്താണ് ഈ 2 ദിവസങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാനുള്ള കാരണം? അവർ പറഞ്ഞു, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിലും ഇത് ആഘോഷിച്ചിരുന്നു, അത് തുടർന്ന് വന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായി, അധർമ്മം നിറഞ്ഞ, അശ്ലീലം നിറഞ്ഞ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള വിനോദങ്ങളും കളികളുമല്ല, അതിന് പകരമായിക്കൊണ്ട് ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, ആ 2 ആഘോഷ ദിവസങ്ങളെക്കാൾ ഉത്തമമായ 2 ആഘോഷ ദിവസങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു പകരം നൽകിയിരിക്കുന്നു. യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്ർ, അത് ബലിപെരുന്നാളും ചെറിയ പെരുന്നാളുമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ 2 ആഘോഷങ്ങളാണ് ശർആക്കപ്പെട്ടത്. അള്ളാഹു തആല മതനിയമമാക്കിയിട്ടുള്ള 2 ആഘോഷ ദിവസങ്ങൾ, ഒന്ന് ബലിപെരുന്നാൾ, 2 ചെറിയ പെരുന്നാൾ. അപ്പോൾ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒട്ടേറെ സുപ്രധാനങ്ങളായിട്ടുള്ള പ്രവാചകൻ്റെ ചര്യകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് കുളിക്കുക എന്നുള്ളതാണ്. പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് പുറപ്പെടുന്നതിനായിട്ട് കുളിക്കണം. ആ കുളി എന്ന് പറയുന്നത് മുസ്തഹബാണ്, കൂലി കിട്ടുന്ന പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. അതായത് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി ഉള്ള കുളി എന്നുള്ള നിയ്യത്തോടു കൂടെയാണ് നമ്മൾ കുളിക്കേണ്ടത്. മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ല തൻ്റെ അൽ മജ്മൂ ഷറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുകയാണ്, യുസ്തഹബ്ബുൽ ഗുസ്ലു ലിൽ ഈദൈൻ, 2 പെരുന്നാളുകൾക്കും കുളിക്കൽ മുസ്തഹബാണ്, ഐച്ഛികമാണ്, സുന്നത്താണ്. വഹാദാ ലാ ഖിലാഫുൻ ഫീഹി, അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. വൽ മുഅ്തമദു ഫീഹി അസറു ഇബ്നു ഉമറ, അതിൽ അവലംബനീയമായിട്ടുള്ള തെളിവെന്താ? അവലംബിച്ചിട്ടുള്ളത് അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള സംഭവമാകുന്നു. വൽ ഖിയാസു അലൽ ജുമുഅ, ജുമുഅക്ക് കുളിക്കണം, അത് സുന്നത്താണ്. അപ്പോൾ ഇതൊക്കെ തുലനം ചെയ്തുകൊണ്ട് പെരുന്നാൾക്കും കുളി സുന്നത്താണ് എന്നുള്ളതാണ്. ഇനി ആ കുളിയുടെ രൂപം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ ആ കുളിയുടെ രൂപം തന്നെയാണ് പെരുന്നാൾ ദിവസവും ജുമുഅക്കുമൊക്കെ പ്രതിഫലം കിട്ടുന്ന സുന്നത്തായ കുളിയുടെ രൂപം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് ആദ്യമായിട്ട് നമ്മളുടെ സ്വകാര്യ ഭാഗങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കുക, എന്നിട്ട് നമ്മൾ ദന്ത ശുചീകരണം നടത്തുക. അതിനുശേഷം ബിസ്മി ചൊല്ലി നീയത്തൊക്കെ കരുതി നമ്മൾ വുളു ചെയ്യുക. കാല് കഴുകൽ ഒഴികെയുള്ള വുളുവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എന്നിട്ട് വലതുഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തലയിലൂടെ വെള്ളമൊഴിച്ച് കുളിക്കുക. പിന്നീട് ഇടത് ഭാഗം, അങ്ങനെ അവസാനം കാല് കഴുകുക. അത് 3 തവണ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ മൂർധാവിലൂടെ വെള്ളമൊഴിച്ച്
പിന്നെ ആവശ്യമായിട്ടുള്ള സോപ്പോ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഷാമ്പുവോ മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴുകി കുളിച്ച് നന്നായി വൃത്തിയാക്കുക. അങ്ങനെ അവസാനം കാല് കഴുകുക. ഇതാണ് കുളിയുടെ രൂപം. അങ്ങനെ കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. പുതിയത് സാധിക്കുമെങ്കിൽ പുതിയത്, ഇല്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ളതും ഭംഗിയുള്ളതുമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു ഖുസൈമ തൻ്റെ സ്വഹീഹിൽ 1765 നമ്പറായി നൽകുന്ന വചനം ഇപ്രകാരമാണ്: അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല കാന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകന് ഉണ്ടായിരുന്നു എന്ത്? ജുബ്ബത്തുൻ, ഒരു വസ്ത്രം, ഒരു ജുബ്ബ. യൽബസുഹാലിൽ ഈദൈനി വയൗമൽ ജുമുഅ, അത് 2 പെരുന്നാളുകൾക്കും ജുമുഅ ദിവസവും ധരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ ജുമുഅക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു വസ്ത്രമുണ്ടായിരിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ചര്യയാകുന്നു. അത് പാൻ്റാണെങ്കിലും ഷർട്ടാണെങ്കിലും, ഇനി ഷർട്ടും മുണ്ടുമാണെങ്കിലും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പർദ്ദയാവട്ടെ, അതല്ലെങ്കിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ അച്ചടക്കത്തോടുകൂടെ മറക്കുന്ന വസ്ത്രം, അങ്ങനെ ഒരു നല്ലതും വൃത്തിയുള്ളതുമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, സുഗന്ധം പൂശുക, സുഗന്ധം ഉപയോഗിക്കുക. അങ്ങനെയായിരിക്കണം നമ്മൾ പെരുന്നാളുകൾക്ക് പുറപ്പെടേണ്ടത്. സ്ത്രീകൾ സുഗന്ധം പൂശുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്യപുരുഷന്മാരുടെ അടുക്കൽ പോയിട്ട് അവർ തൻ്റെ സുഗന്ധം ആസ്വദിക്കണം എന്നുള്ള നെയ്യത്തോടുകൂടെ പോകുന്നത് നിഷിദ്ധമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, അഭിവാദ്യങ്ങൾ ചെയ്യുക, ആശംസകൾ നേരുക. ഇപ്പോൾ പെരുന്നാളുകൾക്ക് നമ്മുടെ സുഹൃത്തുക്കളെ കാണുമ്പോൾ അയൽപ്പക്കത്തെ, അതുപോലെ തന്നെ ഈദ്ഗാഹിലേക്ക് വരുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ അവരോട് സലാം പറയുകയും അതോടൊപ്പം തന്നെ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അള്ളാഹു നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എന്നുള്ള വാക്കുകൾ പറയുന്നത് നല്ലതാണ്. അത് പ്രവാചകൻ പറഞ്ഞതല്ല, പക്ഷേ മുൻഗാമികളായിട്ടുള്ള പൂർവ്വസൂരികളായിട്ടുള്ള സ്വഹാബികൾ ഉൾപ്പെടെയുള്ള പല മഹാന്മാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ പെരുന്നാൾക്കൊക്കെ വല്ലതും ഭക്ഷിച്ചുകൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പഴമോ കാരക്കയൊക്കെ 3 എണ്ണം അല്ലെങ്കിൽ ഒറ്റ അയിൽ അവസാനിക്കുന്ന രൂപത്തിൽ കഴിച്ചുകൊണ്ടാണ് പുറപ്പെടാറുണ്ടായിരുന്നത്. ബലിപെരുന്നാൾ ദിവസം ഒന്നും കഴിക്കാതെ പുറപ്പെടുക എന്നുള്ളതാണ് പ്രവാചകൻ്റെ ഒരു സുന്നത്ത്. കാരണം 2 പെരുന്നാൾ ദിവസങ്ങളിലും നോമ്പ് നോക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അത് സഹീഹുൽ ബുഖാരിയിൽ 1197 വചനത്തിൽ കാണാം. അൻ നബി സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സൗമ ഫീ യൗമൈൻ, 2 ദിവസങ്ങളിൽ നോമ്പ് പാടുള്ളതല്ല. അൽ ഫിത്ർ വൽ അൽഹാ, ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും. ഇനി തക്ബീർ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മഹാനായിട്ടുള്ള ഇമാം ദാറഖുത്നി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്നബിന ഉമറ കാന ഇദാ ഗദാ യൗമൽ ഫിത്രി വയൗമൽ അൽഹാ യജ്തഹിദു ബിത്തക്ബീരി ഹത്താ യഅതിയൽ മുസല്ല. മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉമറുൽ ഫാറൂഖിൻ്റെ മകനാണ്, പ്രഗത്ഭനായ സ്വഹാബിയാണ്, മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹം തക്ബീറിൻ്റെ വിഷയത്തിൽ അത്യധ്വാനം ചെയ്യുമായിരുന്നു. ധാരാളമായിട്ട് തക്ബീറുകൾ മുഴക്കുക. ഹത്താ യഅതിയൽ മുസല്ല, ഈദ്ഗാഹിലെത്തുന്നത് വരെ. എന്നിട്ട് ഈദ്ഗാഹിലെത്തിയാലോ സുമ്മ യുകബ്ബിറു ഹത്താ യഖ്റുജൽ ഇമാമു, ഇമാമ് വരുന്നത് വരെ തക്ബീറുകൾ മുഴക്കുമായിരുന്നു. അപ്പോൾ ഈ തക്ബീർ മുഴക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിൽ ചൊല്ലിയാൽ മാത്രം പോരാ, മറിച്ച് എന്ത് ചെയ്യണം? അത് പ്രകടമാക്കണം. അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഇമാം മാലിക് ബിൻ അനസ് റഹ്മഹുല്ലാ, അതോടൊപ്പം തന്നെ ഇമാം ഔസാഇ ഒക്കെ പറയുന്നത് ഇൽഹാറു തക്ബീർ ഫിൽ ഈദൈൻ, 2 പെരുന്നാളുകൾക്കും തക്ബീറുകൾ പ്രകടമാക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് തക്ബീറുകൾ മുഴക്കുക? വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, 2-ാം അധ്യായം
13-ാമത്തെ വചനമാണ്. നിങ്ങൾ നിർണയിക്കപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുവിൻ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇമാം ഷംസുദ്ദീൻ അൽ ഖുർത്തുബി തൻ്റെ തഫ്സീറായിട്ടുള്ള അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ഇവിടെ അയ്യാമു മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമു മിന വ അയ്യാമു തശ്രീഖ്, മിനയുടെ ദിവസങ്ങൾ, തശ്രീഖിൻ്റെ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ തക്ബീറുകൾ മുഴക്കാൻ ആണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സൂറ ഹജ്ജ് 37 കാണാം, കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അവയെ അഥവാ ബലിമൃഗങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു തആല കീഴ്പ്പെടുത്തി തന്നത് അപ്രകാരമാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമം വാഴ്ത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാർഗദർശനം തന്നതിൻ്റെ പേരിൽ. അപ്പോൾ തക്ബീറുകൾ മുഴക്കണം. തക്ബീറുകളുടെ രീതി എങ്ങനെയാണ്? അത് ഇമാം ഇബ്നു അബീ ഷൈബ തൻ്റെ മുസന്നഫിൽ സഹിഹായ സനദോടുകൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അതിൽ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ. അതോടൊപ്പം തന്നെ ആദ്യം 3 തവണ അല്ലാഹു അക്ബർ എന്നും പറയാം. അതെങ്ങനെയാണ്? അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ കബീറ അല്ലാഹു അക്ബർ വ അജൽ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നും തക്ബീറുകൾ മുഴക്കാമെന്ന് ഇർവാഉൽ ഖലീലിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി തക്ബീറിൻ്റെ സമയം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അഥവാ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരെ നമുക്ക് പല സമയങ്ങളിലായിട്ട് നിർണിത സമയമില്ലാതെ, അതായത് രാവാകട്ടെ പകലാകട്ടെ വീട്ടിലാകട്ടെ പള്ളിയിലാകട്ടെ മാർക്കറ്റിലാകട്ടെ ഒക്കെ നമുക്ക് തക്ബീറുകൾ മുഴക്കാം. എന്നാൽ നിബന്ധന വെച്ചുകൊണ്ടുള്ള തക്ബീറുകളുണ്ട്. അതെപ്പോഴാണ്? അത് അറഫ ദിവസം സുബഹി മുതൽ ആരംഭിച്ച് ഈ ദുൽഹജ്ജ് 13-ന് മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പ് അവസാനിക്കുന്ന രൂപത്തിൽ ഉള്ള ആ തക്ബീറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കാരാനന്തരം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ തക്ബീറുകൾ മുഴക്കുക. അതൊരു 5 തവണയോ 7 തവണയോ അല്ലെങ്കിൽ ചുരുങ്ങിയതൊരു 3 തവണയൊക്കെ നമ്മൾ തക്ബീറുകൾ മുഴക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം തന്നെ പെരുന്നാൾ നമസ്കരിക്കാനായിട്ട് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകേണ്ടത് ഒരു വഴിയിലൂടെ, മടങ്ങി വരേണ്ടത് മറ്റൊരു വഴിയിലൂടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന യൗമു ഈദിൻ ഖാലഫ ത്വരീഖ്, പെരുന്നാൾ ദിവസമായി കഴിഞ്ഞാൽ വഴി വ്യത്യസ്തപ്പെടുത്തുമായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ 986-ാമത്തെ വചനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വഴി വ്യത്യസ്തപ്പെടുത്തുന്നത്? അതിന് പണ്ഡിതന്മാരതിൻ്റെ ഹിക്മത്ത് പറഞ്ഞിട്ടുള്ളത്, അന്ത്യനാളിൽ ആ 2 വഴികളും ഈ വ്യക്തിക്ക് വേണ്ടി സാക്ഷി പറയും. ആ ഭൂമി, ആ വഴി ആ വ്യക്തിക്ക് വേണ്ടി സാക്ഷി പറയും എന്നുള്ളതാണ്. ഭൂമി തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ സാക്ഷ്യം പറയുമല്ലോ. അതുപോലെ തന്നെ ഈ 2 വഴികളിലൂടെയും പോകുമ്പോൾ പോകുന്ന വഴി മടങ്ങി വരുന്ന വഴി, ആ 2 വഴികളിലും ഇസ്ലാമിൻ്റെ ഒരു ഷിആർ അടയാളം, പെരുന്നാളാണല്ലോ, ആ സന്തോഷം, പുതിയ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് സുഗന്ധം പൂശി തക്ബീറുകളൊക്കെ മുഴക്കി പോകുമ്പോൾ ആളുകൾ കാണും, ഇന്ന് ഇവരുടെ ആഘോഷമാണ് എന്നുള്ള ആ ഒരു പ്രകടനം, സന്തോഷപ്രകടനം, ഈ പെരുന്നാളെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആ ചിഹ്നത്തിൻ്റെ പ്രകടനം, അതൊക്കെയാണ്. മറ്റൊന്ന് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള പോക്കാണല്ലോ, തക്ബീറുകൾ മുഴക്കിയിട്ടുള്ള ഒരു നടത്തമാണല്ലോ, സഞ്ചാരമാണല്ലോ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ്, അത് പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് അതിൻ്റെ പൊരുളായിട്ട് പറയുന്നത്. പിന്നെ സാധിക്കുന്ന ആളുകൾ ഈദ്ഗാഹിലേക്ക് നടന്നുകൊണ്ട് പോകുക എന്ന് ഒരു ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സാധിക്കുന്ന ആളുകൾ, പ്രായം ചെന്ന ആളുകളോ ദൂരെ ദിക്കുന്ന് വരുന്ന ആളുകളൊക്കെ വാഹനത്തിൽ പോകേണ്ടി വരും, അതിന് കുഴപ്പമില്ല. പക്ഷേ സാധിക്കുന്ന ആളുകൾ അടുത്തൊക്കെ ആണെങ്കിൽ നടന്നുകൊണ്ട് പോകുക എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നിട്ട് ഹിജ്റ 1-ാമത്തെ വർഷമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ സുന്നത്താക്കപ്പെട്ടത് എന്നുള്ളതാണ്.
പെരുന്നാൾ നമസ്കാരം ഷറആക്കപ്പെട്ടത് ഹിജ്റ 1-ാമത്തെ വർഷമാണ്. പെരുന്നാൾ നമസ്കാരം വാജിബാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ വിധി എന്താണെന്ന് ചോദിച്ചാൽ അത് അതിശക്തമായിട്ടുള്ള സുന്നത്താണ്. അപ്പോൾ കഴിവിൻ്റെ പരമാവധി സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ പെരുന്നാൾ നമസ്കരിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച്, ഇപ്പോൾ ബലിപെരുന്നാളാണെങ്കിൽ ഒരു കുന്തത്തിൻ്റെ അത്ര, അഥവാ ഒരു 3 മീറ്റർ, സൂര്യൻ ഉദിച്ചിട്ടൊരു 3 മീറ്റർ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബലിപെരുന്നാൾ നമസ്കാരം ആരംഭിക്കാം. ചെറിയ പെരുന്നാളും അതിൻ്റെ സമയം പറയുന്നത് 2 കുന്തത്തിൻ്റെ യാത്ര എന്നുള്ളതാണ്. ഏതായിരുന്നാലും സൂര്യൻ ഉദിച്ച് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് നമസ്കാരം, ഈ ബലിപെരുന്നാൾ നമസ്കാരം അല്ലെങ്കിൽ 2 പെരുന്നാൾ നമസ്കാരവും നമുക്ക് ആരംഭിക്കാവുന്നതാണ്. ഇതിന് ബാങ്കോ ഇഖാമത്തോ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ബാങ്കോ ഇഖാമത്തോ ഒന്നും തന്നെ നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ പെരുന്നാൾ നമസ്കാരങ്ങൾ എങ്ങനെയാണ് നിർവഹിച്ചത്? ആദ്യം നമസ്കാരം പിന്നെ ഖുത്ബ. വെള്ളിയാഴ്ച ആദ്യം ഖുത്ബ പിന്നെ നമസ്കാരമാണ്. എന്നാൽ പെരുന്നാളുകൾക്ക് ആദ്യം നമസ്കാരവും പിന്നെ ഖുത്ബയുമാണ്. അത് സഹീഹുൽ ബുഖാരി 962, സഹീഹ് മുസ്ലിമിൽ 884 വചനങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അന്നഹു ഖാല ഷഹിദുൽ ഈദ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്രിൻ വ ഉമർ വ ഉസ്മാന റളിയല്ലാഹു അൻഹും ഫകുല്ലുഹും കാനു യുസല്ലൂന ഖബലൽ ഖുത്ബ. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ കൂടെയൊക്കെ തന്നെയും പെരുന്നാൾ നമസ്കരിച്ചിട്ടുണ്ട്. അവർ ആദ്യം എന്തു ചെയ്യും? നമസ്കരിക്കും, പിന്നീട് ഖുത്ബ നിർവഹിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ഈദ്ഗാഹിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പോ ശേഷമോ നമസ്കാരമില്ല. പെരുന്നാൾ നമസ്കാരം മാത്രമാണല്ലോ, അതിൻ്റെ മുമ്പോ ശേഷമോ ഒന്നും നമസ്കാരമില്ല എന്നുള്ളതാണ്. പെരുന്നാൾ നമസ്കാരം ശക്തമായ സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. എല്ലാ മുസ്ലിങ്ങളോടും അത് നമസ്കരിക്കാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് നമ്മൾ അറിയുക. അതിന് വമ്പിച്ച പ്രതിഫലമുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് വലിയ സ്ഥാനമാണുള്ളത്. പെരുന്നാൾ നമസ്കാരം 2 റക്അത്താണ്. 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറും 2-ാമത്തേതിൽ 5 തക്ബീറുമാണുള്ളത്. അതിന് ശേഷമാണ് സൂറത്തുൽ ഫാത്തിഹ ഓതേണ്ടത്. ഫാത്തിഹയ്ക്ക് ശേഷം നമുക്ക് സൂറത്തു ഖാഫ് ഓതാം. 2-ാമത്തേതിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഖമർ ഓതാം, അല്ലെങ്കിൽ സബ്ബിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ള അൽ അഅല എന്ന് പറയുന്ന അധ്യായം 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറുകൾക്ക് ശേഷം, 2-ാമത്തേതിൽ 5 തക്ബീറുകൾക്ക് ശേഷം സൂറത്തുൽ ഗാഷിയ പാരായണം ചെയ്യുക. പിന്നീട് പെരുന്നാൾ ഖുത്ബ എന്നുള്ളത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ 7 തക്ബീർ ഉണ്ടല്ലോ 1-ാമത്തെ റക്അത്തിൽ, അങ്ങനെയുള്ള തക്ബീറുകൾക്കിടയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ദിക്റോ, ഒരു സ്വലാത്തോ, ഒരു പ്രാർത്ഥനയോ, ഒരു ആയത്തോ എന്തെങ്കിലും ഒന്ന് ചൊല്ലണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മൗനമായി നിന്നാൽ മതി. ഈ തക്ബീറുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ പറയുകയുണ്ടായി 7, 5 എന്ന്. എന്നാൽ അതിലൊന്ന് വിട്ടുപോയി, മറന്നുപോയി എങ്കിൽ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. കാരണം അത് സുന്നത്താണ്. സുന്നത്തായ ഒരു കാര്യം ഒരാൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചു പോയി, അതുകൊണ്ട് പ്രശ്നമില്ല, കുറ്റമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പെരുന്നാൾ ഖുത്ബയെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുത്ബയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിർവഹിച്ചതായിട്ട് നമുക്ക് പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മഹാനായിട്ടുള്ള സയ്യിദ് സാബിഖ് എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാലൻ നബവിയു, ഇമാം നബവി പറഞ്ഞു, ലം യസ്ബുത് ഫീ തക്രീരിൽ ഖുത്ബതി ഷൈഉൻ. ഖുത്ബ, ഈ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ഖുത്ബ ആവർത്തിക്കുക എന്നുള്ളതിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുപോലെ പെരുന്നാൾ ഖുത്ബ ചില ആളുകൾ തക്ബീറുകൾ കൊണ്ട് ആരംഭിക്കാറുണ്ട്. അത് ശരിയല്ല, അതിനൊന്നും തെളിവില്ല. എല്ലാ ഖുത്ബകളും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇന്നൽ ഹംദലില്ലാ അല്ലെങ്കിൽ അൽഹംദുലില്ലാ അങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ പെരുന്നാൾ ദിവസം നമസ്കാരം കഴിഞ്ഞാൽ ബലിയെറുക്കാം. ബലി എന്നുള്ളത് വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തു അൻആമിലെ 162.
ആ വചനങ്ങളൊക്കെ ഈ 2 സൂക്തങ്ങളും അതിലൊക്കെ വ്യക്തമായ തെളിവുകളാണ് എന്ന് മാത്രമല്ല പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു ഹജ്ജിൻ്റെ 34-ാമത്തെ വചനം, അതുപോലെ തന്നെ സൂറത്തു ഹജ്ജിൻ്റെ 36-ാമത്തെ വചനം, അതൊക്കെ ബലി നിർവഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ വചനങ്ങളാണ്. എന്ന് മാത്രമല്ല ബലികർമ്മം നിർവഹിക്കുമ്പോൾ അങ്ങേയറ്റത്തെ ആത്മാർത്ഥത, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണമെന്നുള്ള മോഹമുണ്ടാകണം. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ബലി ഇറക്കുമ്പോൾ അതിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനകത്തുള്ള തഖ്വയാണ്. ആ ബലിയിറക്കുമ്പോൾ അതിൻ്റെ ബലിമാംസം അയൽവാസികൾ, ബന്ധുക്കൾ, പാവപ്പെട്ടവർ അവർക്കൊക്കെ നൽകുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മൾ നിർവഹിക്കുക. പിന്നെ ബലി അറുക്കുന്ന ആളുകൾ കഴിയുമെങ്കിൽ സ്വന്തം തന്നെ അറുക്കുക. പ്രവാചകൻ്റെ ബലി അദ്ദേഹം തന്നെയാണ് അറുത്തത്. എന്നാൽ സ്വന്തമായി അറുക്കാനുള്ള അറിവ് ഇല്ല എങ്കിൽ അത് കഴിയുന്ന അറിവുള്ള മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതാണ്. ഈ ഉളഹിയ്യത്തിനൊക്കെ ഒട്ടേറെ നിബന്ധനകളുണ്ട്, ചില ഷർത്തുകളുണ്ട്. ഇപ്പോൾ കോഴിയെ അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവികളൊന്നും അറക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഉളഹിയ്യത്ത് എന്നുള്ളത് ഒട്ടകത്തെ ഇറക്കാം, മാടുകളെ ഇറക്കാം. മാടുകളെന്ന് പറഞ്ഞാൽ പോത്ത്, എരുമ, അതുപോലെ തന്നെ മൂരി, പിന്നെ പശു, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആടുകളെ ഇറക്കാം. ഇതാണ് അനുവദിച്ച മൃഗങ്ങൾ. അതല്ല മറ്റുള്ള മൃഗങ്ങളെ അറക്കാനായിട്ട് അല്ലെങ്കിൽ പക്ഷികൾ അറക്കാനായിട്ട് പാടുള്ളതല്ല. ഇനി ഈ മൃഗങ്ങൾക്ക് കൃത്യമായ പ്രായമുണ്ട്. ഇപ്പോൾ ഒട്ടകത്തിന് 5 വയസ്സ് പ്രായം ഉണ്ടാവണം. അതുപോലെ തന്നെ മാടുകൾക്ക് 2 വയസ്സ് പൂർണ്ണമാകണം. അതുപോലെ ആടുകളാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ കോലാടാണെങ്കിൽ 1 വർഷം പൂർത്തിയാകണം. അതുപോലെ തന്നെ രോമാവൃതമായിട്ടുള്ള ചെമ്മരി ആടുകളുണ്ട്. അത്തരം ആടുകളൊക്കെ ആണെങ്കിൽ 6 മാസം പൂർത്തിയാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, അറക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കുക. അത് നിർബന്ധമാണ്, അനിവാര്യമാണ് എന്ന് ഓർക്കുക. എന്ന് മാത്രമല്ല അറക്കുന്ന ആൾ കിബിലക്ക് നേരെ ആകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അറക്കുമ്പോൾ മൂർച്ചയുള്ള ആയുധം കൊണ്ട് അറക്കേണ്ടതുണ്ട്. ഈ മൂർച്ചയുള്ള ആയുധം മുൻകൂട്ടി നമ്മൾ തയ്യാറാക്കണം. ഈ മൃഗത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടല്ല അതിന് മൂർച്ച കൂട്ടേണ്ടത്. മറ്റൊന്ന്, അറക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അന്നനാളവും അതുപോലെ തന്നെ തൊണ്ട കുഴിയും ഒക്കെ പിന്നെ മുറിയുന്ന രൂപത്തിൽ ശരിയാവണ്ണം അറക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അറക്കുന്ന ആൾക്ക് ചില നിബന്ധനകളുണ്ട്. അതെന്താണ്? അദ്ദേഹം മുസ്ലിം ആവണം, അദ്ദേഹം ബുദ്ധിയുള്ള ആളാവണം, സാധാരണഗതിയിലുള്ള വകതിരിവുണ്ടാകണം, അതുപോലെ തന്നെ പ്രായപൂർത്തിയാകണം, അതുപോലെ അറക്കാനുള്ള കഴിവ് വേണം. അറക്കാൻ കഴിയാത്ത, അറിവില്ലാത്ത, അത് കണ്ട് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരാളെ ചെന്ന് അറക്കുക എന്നുള്ളത് ശരിയല്ല. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇത് അറുത്തതിൻ്റെ മാംസം അത് നമ്മൾ അതിന്ന് ഭക്ഷിക്കാം. ഫകുലൂ മിൻഹ, നിങ്ങളതിന്ന് ഭക്ഷിച്ചു കൊള്ളുക. വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, പരവശനായിട്ടുള്ള ദരിദ്രന്മാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗത്തിനെ അതിനെ 3 ആക്കി തിരിക്കണം എന്ന് പറയുന്നത് അത് നിർബന്ധമായ കാര്യമല്ല, പ്രവാചകൻ പഠിപ്പിച്ചതല്ല, മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. നമ്മൾ ഉളുഹിയ്യത്ത് അറുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് അത്യാവശ്യമുള്ള മാംസം എടുക്കുക, ബാക്കിയൊക്കെ അയൽവാസികളും ബന്ധുക്കളും പാവപ്പെട്ടവരും ദരിദ്രന്മാരുമായ ആളുകൾക്ക് നൽകുക എന്നാണ് ഉണർത്തുവാനുള്ളത്. പെരുന്നാൾ ദിവസം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈദ്ഗാഹിലാണ് ഇത് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കേണ്ടത്. ആ ഈദ്ഗാഹിലേക്ക് പ്രവാചകൻ പുറപ്പെടുമായിരുന്നു. സഹീഹുൽ ബുഖാരിയിൽ 973-ാമത്തെ വചനം, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്രി വൽ അൽഹാ ഇലൽ മുസല്ലയിലേക്ക്, ഈദ്ഗാഹിലേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ചെറിയ പെരുന്നാൾക്കും ബലിപെരുന്നാൾക്കും പുറപ്പെടുമായിരുന്നു. മറ്റൊരു ഹദീസ്, ആ ഈദ്ഗാഹിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് എന്ന് സഹീഹുൽ ബുഖാരിയിലെ 351, സഹീഹ് മുസ്ലിമിലെ 890 വചനങ്ങൾ പഠിപ്പിക്കുന്നു. അൻ ഉമ്മി അത്തിയ്യത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഉമ്മു അത്തിയ്യ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്നു, അവർ പറഞ്ഞു, ഉമിർന അൻ നുഖ്രിജൽ അവാതിക വൽ ഹുയ്യള ഫിൽ ഈദൈൻ, 2 പെരുന്നാളുകൾക്കും
ആർത്തവകാരികളെയും കന്യകമാരെയും പുറത്തു കൊണ്ടുവരാൻ അഥവാ ഈദ്ഗാഹിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു. അതായത് അവരോടൊക്കെ മുസ്ലിം വനിതകളോട് അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചു എന്ന അവാത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യകകളായിട്ടുള്ള പെൺകുട്ടികൾ, പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾ, പ്രായപൂർത്തിയോട് അടുത്ത് നിൽക്കുന്ന പെൺകുട്ടികൾ, അതൊക്കെയാണ് അവാത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹൊയ്യൽ എന്ന് പറഞ്ഞ ആർത്തവകാരികൾ. നമസ്കാരം വിരോധിക്കപ്പെട്ട, നോമ്പ് വിരോധിക്കപ്പെട്ട ഒരു സമയമാണ് ആർത്തവ സമയം. എന്നിട്ട് പോലും ആർത്തവകാരികളെപ്പോലും ഈദ്ഗാഹിലേക്ക് പുറപ്പെടാൻ അള്ളാഹിൻ്റെ റസൂൽ കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഈദ്ഗാഹിൻ്റെ മഹത്വം, പെരുന്നാൾ എന്ന് പറയുന്ന ആ സന്തോഷത്തിൻ്റെ ദിവസത്തിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് നിന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നിട്ടോ യഷ്ഹദനുൽ ഖൈറ വ ദഅവത്തുൽ മുസ്ലിമീൻ, ഈ ആർത്തവകാരികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഈ കന്യകമാരെന്ത് ചെയ്യണം, അവരെല്ലാവരും ആ നന്മക്ക് സാക്ഷ്യം വഹിക്കണം, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സാക്ഷ്യം വഹിക്കണം. ഇമാമ് പെരുന്നാൾ ഖുത്ബയിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവിടുത്തെ ഉത്ബോധനം നടത്തുമ്പോൾ അതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയും ചെയ്യണം. വയഅ്തസിലുൽ ഹുയ്യലുൽ മുസല്ല, എന്നാൽ ആർത്തവകാരികൾ നമസ്കാരം എന്ത് ചെയ്യണം, നമസ്കരിക്കുന്ന ആ സമയത്ത് മാറി നിൽക്കണം എന്നുള്ളതാണ്. അതാണ് ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, പെരുന്നാൾ ദിവസം ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബ ബന്ധം പാലിക്കാൻ, പുലർത്താൻ നമ്മൾ തയ്യാറാകണം. ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിക്കുവാനും അവർക്ക് പെരുന്നാൾ ആശംസകൾ നേരുവാനും നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകാൻ അന്ന് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. പെരുന്നാൾ ദിവസം അനുവദിക്കപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആഘോഷ ദിവസമാണ്. അതുകൊണ്ട് തന്നെ അന്ന് പാട്ട് പാടാനോ പാട്ട് കേൾക്കുവാനോ അതല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിൻ്റെ തത്വങ്ങളുടെ അകത്ത് നിന്നുകൊണ്ടുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുവാനോ ഒന്നും തന്നെ പ്രശ്നമില്ല. അതൊക്കെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. സഹീഹ് മുസ്ലിമിലെ 892 വചനത്തിൽ അതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്: അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികൾ പാടുകയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ദഖല ഇൻദി അബൂബക്കർ വ ഇൻദി ജാരിയത്താൻ, എൻ്റെ അടുക്കൽ പിതാവായിട്ടുള്ള എൻ്റെ വാപ്പയായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് കടന്നു വന്നു. എൻ്റെ അടുക്കലാകട്ടെ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. മിൻ ജവാരിയൽ അൻസ്വാർ, അവർ അൻസ്വാരികളിൽപ്പെട്ട 2 പെൺകുട്ടികളാണ്. തുഗന്നിയാനി, അവർ പാട്ടുപാടുകയാണ്. ബിമാ തക്കാവലത്ത് ബിഹിൽ അൻസാറു യൗമ ബുആസിൻ, ബുആസ് ദിവസം അൻസാറുകൾ പാട്ടുപാടിയ ആ പാട്ടാണ് അവർ പാടുന്നത്. കാലത്ത് അവർ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വലൈസതാ ബിമുഗന്നിയതൈൻ, അവർ അത്രമല്ല അവഗാഹമുള്ള പാട്ടുകാരൊന്നുമല്ല. ഫഖാല അബൂബക്കർ, അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടുകൊണ്ട് കടന്നു വന്നു. അദ്ദേഹം ചോദിക്കാണ്, അമിസ്മാറു ശൈത്വാൻ, പിശാച്ചിൻ്റെ ഹാർമോണിയമോ എന്ന് റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ, ഫി ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ വീട്ടിൽ ഇങ്ങനെയുള്ള ഈ വീണ വായനയോ അല്ലെങ്കിൽ അതായത് സംഗീതോപകരണം ഉപയോഗിക്കുകയോ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നിന്ന് പറയുന്നത്. അപ്പോൾ വദാലിക ഫീ യൗമി ഈദിൻ, അത് പെരുന്നാൾ ദിവസമാണ് ഈ സംഭവം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബൂബക്കർ, അപ്പോൾ നബി ഇത് കേട്ടു. നബി എന്ത് ചെയ്തു, പറഞ്ഞു, അബൂബക്കറേ, യാ അബൂബക്കർ, ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ, എല്ലാ ജനതക്കും ആഘോഷമുണ്ട്. വഹാദ ഈദുന, ഇത് നമ്മുടെ ആഘോഷ ദിവസമാണ്. അതുകൊണ്ട് ഇത്തരം പാട്ടുകളൊക്കെ ആകാം, വിനോദങ്ങളാകാം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സഹീഹ് മുസ്ലിമിലെ മറ്റൊരു വചനം അതിൽ പഠിപ്പിക്കുന്നത്, മദീന പള്ളിയിൽ എത്യോപ്യക്കാരായിട്ടുള്ള ആളുകൾ ആയുധ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി എന്നുള്ളതാണ്. അതൊരു വിനോദമാണ്. ആ ആയുധാഭ്യാസ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അത് കണ്ടു. ആ ആയിഷ റളിയല്ലാഹു അൻഹക്ക് അത് കാണാൻ പ്രവാചകൻ സൗകര്യമൊരുക്കി എന്നുള്ളതാണ്. എന്നിട്ട് ഫഅഖാമനി വറാഅഹു, പ്രവാചകൻ്റെ തൊട്ടു പിന്നിലായി ആയിഷ റളിയല്ലാഹു അൻഹയെ നിർത്തുകയുണ്ടായി. ഖദ്ദി അലാ ഖദ്ദിഹി, അങ്ങനെ എൻ്റെ കവിൾ പ്രവാചകൻ്റെ കവിളിൽ തട്ടുന്ന രൂപത്തിലായിരുന്നു നിന്നത് എന്നുള്ളതാണ്.
അങ്ങനെ ആ ആയുധ അഭ്യാസ പ്രകടനം അവരാസ്വദിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ പെരുന്നാൾ ദിവസം പാലിക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പെരുന്നാൾ ദിവസം വിരോധിക്കപ്പെട്ട ചില കാര്യം എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ രാവ് വെറുതെ ഉറക്കമൊഴിച്ച് അനാവശ്യ സംസാരങ്ങളിലും പ്രവർത്തകളിലുമൊക്കെ ഏർപ്പെടുന്നതുണ്ട്. അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അന്ന് പെരുന്നാൾ ദിവസം നിർബന്ധമായും ഖബർ സിയാറത്ത് ചെയ്യണം എന്നുള്ള, ബന്ധുക്കളുടെ ഖബർ അന്ന് തന്നെ സന്ദർശിക്കണം എന്നുള്ള ഒരു ധാരണ ചില ആളുകൾക്കുണ്ട്. അത് അന്ധവിശ്വാസമാണ്. പെരുന്നാൾ ഖബർ സിയാറത്തിന് ഏത് ദിവസവും ഏത് സമയമാകാം, അതൊന്നും വിരോധിക്കപ്പെട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് സമ്പത്ത് ചെലവഴിക്കുക, ആഡംബരം ധൂർത്ത്, അതൊക്കെ തന്നെയും ഒഴിവാക്കേണ്ടതാകുന്നു. അതുപോലെ സ്ത്രീയും പുരുഷനുമൊക്കെ കൂടിക്കലർന്ന് മോശപ്പെട്ട വസ്ത്രധാരണം നടത്തി അഴിഞ്ഞാട്ടം നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെയും ഒഴിവാക്കേണ്ടതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പെരുന്നാളെന്ന് പറയുന്ന, ഈദെന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ആ മഹത്തായ ചിഹ്നത്തെ ആദരവോടുകൂടെ ആഘോഷിക്കുവാനും പ്രവാചകൻ്റെ സുന്നത്തുകൾ അനുഷ്ഠിക്കുവാനുമൊക്കെ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.